നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ്, അഞ്ചാമത്തെ പാർട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് ഘടകങ്ങളും അതിന്റെ പരിഹാരങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് മുതൽ ഇങ്ങനെ പറഞ്ഞു വരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഘടകങ്ങളും അതുപോലെ തന്നെ പരിഹാരങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ടൈപ്പ് സംഭവം തന്നെയാണ് എക്സ് സ്ക്വയർ പ്ലസ് 3x. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതുപോലെ 1 2 3 4 4 പാർട്സ് നമ്മൾ കഴിഞ്ഞു. 4 പാർട്ട് വീഡിയോ ക്ലാസ്സുകൾ കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് എന്തുട്ടാ എഴുതി വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഈ എഴുതി വെച്ചിട്ടുള്ള കുറെ സംഖ്യകളാണെന്ന് പറയും, അല്ലേ? സംഖ്യകളാന്ന് പറയും. പക്ഷെ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം, ഇത് വെറും സംഖ്യകളല്ല, സംഖ്യകളുടെ ഒരു കൂട്ടമാണ്. നമുക്ക് ഇതിന് പറയാം ബഹുപദങ്ങൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷുകാർ എന്ത് പറയും? പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയംകാർ പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിത് ബഹുപദങ്ങളാണ്, പോളിനോമിയൽ ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, കുറേ ടൈപ്പ് പോളിനോമിയൽ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതായത് ഒന്നാം കൃതി ബഹുപദം, അതുപോലെ തന്നെ രണ്ടാം കൃതി ബഹുപദം, മൂന്നാം കൃതി ബഹുപദം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇത് ഏത് ഡിഗ്രിയാ, ഇത് ഏത് കൃതിയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇത് സിമ്പിൾ ആണല്ലോ. ഇത് കൃതി മനസ്സിലാക്കാനായിട്ട് എന്തുട്ടാ, ഈ എക്സ് എന്ന് പറയുന്ന വാരിയബിളിന്റെ, എക്സ് എന്ന് പറയുന്ന ചരത്തിന്റെ മേലേക്ക് എടുക്കുന്ന പവർ എത്രയാണോ അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഡിഗ്രി. അപ്പൊ ഇത് എന്ത് ഡിഗ്രി ആണെന്ന് പറയാം? നമുക്ക് പറയാം ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദമാണെന്ന് പറയാം. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ചെയ്യാം? നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിനെ സിമ്പിൾ ആയിട്ട്, ഇത് കുഞ്ഞൊരു ചോദ്യമല്ലേ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും രണ്ട് സംഖ്യ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടണം, അല്ലെ? ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഇൻഡ്യൂസ് ചെയ്താലും 2 കിട്ടുക? 1 into 2, അല്ലെ? അല്ലെങ്കിലോ -1 into -2. ഇത് രണ്ടും ഇൻഡ്യൂസ് ചെയ്താലല്ലേ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ കിട്ടും. ഓക്കെ, നമുക്കറിയാം ഇവിടെ എന്ന് പറയുന്ന ആ രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ a into b ആണ് ഇതെന്ന് പറയുന്നത്, ഇത് a plus b ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഇവിടെ നമുക്ക് അറിയാം 1 into 2 2 ആണ്, അതുപോലെ തന്നെ 1 plus 2 is equal to 3. മനസ്സിലായല്ലോ? അപ്പൊ ഏതൊക്കെയാ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. എഴുതാൻ പറ്റും നമുക്ക് x plus 1 into x plus 2. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഇതിനെ നമ്മൾ ഫാക്ടറുകളായിട്ട് എഴുതുന്ന സമയത്ത്, ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം എന്നല്ലേ നമ്മൾ പഠിച്ചേ. അതായത് നമുക്ക് പറയാം, ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് ഒരു രണ്ടാം കൃതി ബഹുപദമാണ്, അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദമാണ് എഴുതിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഒന്നാം കൃതിയാണ്. ഇത് ഒന്നാം കൃതിയാണ്. അതായത് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ എഴുതാലോ. ഇതിനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുന്നത്. ഫാക്ടറൈസ് ചെയ്യുന്ന മനസ്സിലായല്ലോ? ഘടകങ്ങളാക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ? ഇതിനെയാണ് ഘടകങ്ങളാക്കുക. അതായത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനെ ആ രീതിയിൽ എഴുതുന്നതിനെ പറയുന്നതാണ് ഘടകങ്ങളാക്കുക എന്നുള്ളത്. നമ്മൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ, അതായത് ഫസ്റ്റ് നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മളിത് പഠിച്ചു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് പരിഹാരം എന്ന് പറഞ്ഞുതരാം. പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന എക്സിന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ് പരിഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കിടക്കുന്ന എക്സിന്റെ വാല്യൂ കാണുക. ഇത് തന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതാൻ നിങ്ങൾക്കറിയാം. മലയാളത്തിൽ ഒരു രണ്ടാം കൃതി ബഹുപദം തന്നു കഴിഞ്ഞാൽ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളാക്കി എഴുതാനായിട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിന്റെ പരിഹാരം കാണാനായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. പരിഹാരം കാണണമെങ്കിൽ പരിഹാരം കാണാനായിട്ട് നോക്കിക്കേ, നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to 0 എന്ന് എഴുതി വെച്ചു. ഓക്കെ, is equal to 0 എന്ന് എഴുതി വെച്ചു. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 is equal to 0. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനെ ഇങ്ങനെയും എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ ഇങ്ങനെ എഴുതിക്കൂടെ? x plus 1
ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം നമുക്ക് 0 ആയിട്ട് എഴുതാം. നോക്കിക്കേ, മനസ്സിലായി നോക്കിക്കേ. ഇതാ നോക്കിക്കേ, ഒന്ന് നിങ്ങൾ നോക്കിക്കേ ബോർഡിൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. മനസ്സിലായോ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചേ. അതായത് ഇവിടെ ഇത് ശ്രദ്ധിക്കൂ കേട്ടോ, ഈ സംഖ്യ ഇത് നോക്കേ, ഇത് നോക്ക്. ഓക്കെ, ഈ ഒരു ഭാഗം നോക്കിക്കേ. അതായത് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു സംഖ്യ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബഹുപദം, ഓക്കെ, ഒരു ഒന്നാം കൃതി ബഹുപദം. അതുപോലെ തന്നെ ഇതാ എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന വേറൊരു ഒന്നാം കൃതി ബഹുപദം. ഇത് രണ്ടും തമ്മിൽ എന്താ ചെയ്തിരിക്കുന്നത്? ബ്രാക്കറ്റിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻറ്റു ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോ നിങ്ങളോടൊരു ചോദ്യം, എങ്ങനെയാ രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണമെങ്കിൽ എന്താ ഒരു കണ്ടീഷൻ ഉള്ളത്? രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സംഖ്യ പറഞ്ഞേ 6 അല്ലെ, ഏതെങ്കിലും സംഖ്യ 6, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള സംഖ്യ പറയാം 6. അവിടെ കളർ മാറ്റടാ. യെസ്, 6. ഹോളി ഷിറ്റ്. 6 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു എത്ര വരും? 0. ഇനി 0 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു എത്രയാ? 0. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സംഖ്യ അതിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും. ഇപ്പൊ 1000, 10,000, 32,000, 42,000 എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര സംഖ്യ ആയിക്കോട്ടെ, ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം കിട്ടുന്നത് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ, ഗുണിച്ച രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ, ആ രണ്ട് സംഖ്യയിൽ ഒരു സംഖ്യ 0 ആണ്. ഏതെങ്കിലും ഒരു സംഖ്യ ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 0. ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ 0 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ ഇൻറ്റു ചെയ്ത രണ്ട് സംഖ്യകളില്ലേ, അതിൽ ഏതോ ഒരു സംഖ്യ 0 ആണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കിയേ, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അത് ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു? രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത സമയത്ത്, രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ച സമയത്ത് ഉത്തരം 0 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതോ ഒരു സംഖ്യ ഏതാണ്? 0 ആണ്. ചിലപ്പോൾ ഇതായിരിക്കും 0, അല്ലെങ്കിൽ ഇതായിരിക്കും 0. ഇതാണ് 0 എങ്കിൽ എന്താ കണ്ടീഷൻ? ഇത് 0 ആവാനായിട്ടുള്ള കണ്ടീഷൻ എന്താ നോക്കിക്കേ, ഇത് 0 ആവണം. അതായത് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഈ കിടക്കുന്ന ബഹുപദം, ഒന്നാം കൃതി ബഹുപദം, ഇത് 0 ആവാനായിട്ടുള്ള സാധ്യത എന്താ? എന്തിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവുക? എന്തിന്റെ കൂടെ 1 കൂട്ടിയാൽ 0 ആവുക? നിങ്ങൾക്കറിയാം, -1ന്റെ കൂടെ 1 കൂട്ടിയാലാണ് 0 ആവുന്നത്. അതായത് ഇവിടെ എക്സ് എന്താവാനാ സാധ്യത? എക്സ് എന്ന് പറയുന്നത് -1 ആവാം. മനസ്സിലായോ? ഒന്നുകിൽ ഇത് 0 ആണെങ്കിൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? -1 ആയിരിക്കും. മനസ്സിലായോ? അതല്ല, ഇതാണ് 0 എന്ന് വിചാരിച്ചു നോക്കിയാൽ, നമ്മൾ പറഞ്ഞു രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ 0 ആയിരിക്കണം. ഇത് 0 ആണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ഈ എക്സ് എത്രയായിരിക്കും? ഈ എക്സ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. കാരണം എന്താ? -2 + 2 = 0. മനസ്സിലായോ? കിട്ടിയോ? അതായത് ഒന്നുകിൽ എക്സിന്റെ വാല്യൂ എന്താവാം? -1 ആവാം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താവാം? -2 ആവാം. മനസ്സിലായോ? എക്സിന്റെ വാല്യൂ ഒന്നുകിൽ -1 അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ വന്നിട്ട് -2. ഇതാണ് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? പരിഹാരം മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഏത് സംഖ്യകളാ നോക്കിയേ, ഏതോ രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്തപ്പോൾ 0 കിട്ടി എങ്കിൽ, ആ ഇൻറ്റു ചെയ്തിട്ടുള്ള രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ ഡെഫിനറ്റ്ലി 0 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് രണ്ടും ഇൻറ്റു ചെയ്തപ്പോൾ 0 കിട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഒന്നുകിൽ ഇത് 0 ആണ്, അല്ലെങ്കിൽ ഇത് 0. ഇത് 0 ആണുള്ള കണ്ടീഷൻ എന്താ? ഇത് -1 ആയിരിക്കണം. ഈ എക്സ് -1 ആയിരിക്കണം. -1 + 1 = 0. അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കണം. ഇതെങ്ങനെ 0 ആവുന്നത്? -2 + 2 = 0. മനസ്സിലായല്ലോ? സോ ഇതാണ് ഇതിന്റെ പരിഹാരം, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിന്റെ പരിഹാരം, ഇതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ? സോ ഇതാണ് പരിഹാരം. ഓക്കെ, അടുത്തൊരു ചോദ്യം ഞാൻ ഇവിടെ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. മനസ്സിലായല്ലോ? x² നമ്മൾ നേരത്തെ പ്ലസ് അല്ലേ ചെയ്തേ,
മൈനസ് 4x. ഓക്കെ, ഇത് മൈനസ് ആണ്, നമ്മൾ നേരത്തെ പ്ലസ് വെച്ച് ചെയ്തു. മൈനസ് 4x പ്ലസ് 3. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം തന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം തന്നു എന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇവിടെ എഴുതാം. നമ്മൾ ഈക്വേഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് ഇതിനാണ് ഈക്വേഷൻ എന്ന് പറയുന്നത്. എന്താ ഈക്വേഷൻ എന്ന് പറയുന്നത്? ഈക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കണം, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കണം, ഒരു ഈക്വൽ സൈൻ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, അതിന് നമ്മൾ LHS എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, അതിന് നമുക്ക് RHS എന്ന് പറയാം. റൈറ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഈക്വൽ ഉണ്ടായിരിക്കും. സോ ഇത് ഇങ്ങനെ ഈക്വേഷൻ എഴുതി വെച്ചു. ഇനി ഇതിനെ ഘടകങ്ങളാക്കാം, ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയാം. ഇതെന്താ സംഭവം? ഇതെന്ന് പറയുന്നത് AB ആണ്. AB എന്ന് പറഞ്ഞാൽ A into B. ഈ ഇത് 3 ആവാനായിട്ടുള്ള സാധ്യത എന്തൊക്കെയാ? ഒരൊറ്റ സാധ്യത ഉള്ളൂ, 1 into 3. അത് 3 ആവാനായിട്ടുള്ള സാധ്യത 1 into 3. ഓക്കെ, വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇത് +3 അല്ലേ? +3 ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാലോ. ഒന്നുകിൽ +1 into +3 അല്ലെങ്കിൽ -1 into -3. ഇതിലേതെങ്കിലും ആവാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ -4 വന്നിട്ടില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഏതാണ് വരുന്ന സംഖ്യ? ഇതാണ്. കാരണം നോക്കിക്കേ, -1 + -3 = -4. അപ്പൊ ഏതൊക്കെയാ ഇതിന്റെ ഘടകങ്ങളാക്കുന്ന സമയത്ത് നമുക്ക് സംഖ്യകൾ കിട്ടുന്നത്? x പ്ലസ് അല്ല, എന്തായിരുന്നു? x. ഇതാണ് കേട്ടോ ഘടകങ്ങളാക്കുന്ന സമയത്ത് നോക്കിക്കേ ഏതൊക്കെ കിട്ടി നമുക്ക് സംഖ്യകൾ? ഇത് രണ്ട് സംഖ്യകൾ കിട്ടി. സോ ഘടകങ്ങളാക്കുന്ന സമയത്ത് x - 1 into x - 1 into x - 3 കിട്ടിയല്ലോ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ഇതും 0 ആവും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0, അതായത് ഇത് രണ്ടും ഇൻഡ്യൂ ചെയ്തപ്പോൾ ഉത്തരം 0 കിട്ടിയെങ്കിൽ ഒന്നുകിൽ ഇത് 0 ആയിരിക്കും അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ x എത്രയായിരിക്കും? എത്രയോ -1 = 0. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 1 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ എത്രയാവാനാ സാധ്യത? x - 3. സോ x വിൽ ബി എന്താവാനാ സാധ്യത? x എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇവിടെ x എന്ന് പറയുന്നത് 1 ആയിരിക്കും, അവിടെ x എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇതാണ് പരിഹാരം. മനസ്സിലായി? നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. നിങ്ങൾ അതും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോ. നമുക്കിതിൽ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യം ഇതാ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ ഞാൻ ഒന്ന് മാറിത്തരാം. അടിപൊളിയായിട്ട് കാണാലോ, വൃത്തിയായിട്ട് കാണാലോ. യെസ്, മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. സോ നോ ഇഷ്യൂസ്. ഓക്കെ, മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് പറയാം. ഒരു ചതുരത്തിന്റെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചോദ്യം ഇങ്ങനെ മാത്സിൽ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖം ക്ലിയർ ആയിരിക്കില്ല. ഞാൻ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖം ഞാൻ ഡാർക്ക് ആക്കിയിരിക്കുന്നതാണ്. സോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി, ചോദ്യം ശ്രദ്ധിച്ചാൽ മതി. എന്നെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ക്ലാസ് പഠിച്ചാൽ മതി. ഓക്കെ, നോക്കിക്കേ എന്തായിരുന്നു? ഒരു ചതുരത്തിന്റെ ഒരു വശം, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഈ ചെറിയ ചെറിയ ഫ്രാക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം? മനസ്സിൽ കാണാം. ഒരു ചതുരത്തിന്റെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കാണണം, നിങ്ങൾ ഒരു ചതുരം മനസ്സിൽ കാണണം. ചതുരം എന്നാ പറഞ്ഞിട്ടുള്ളത്? സമചതുരമാണോ? അല്ല, സമചതുരം എന്ന് പറഞ്ഞിട്ടില്ല. എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? ചതുരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു ചതുരം നമ്മളെ മനസ്സിൽ കാണണം. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്കൊരു ചതുരം വരച്ചു വെക്കാം. ഇതാണല്ലോ ചതുരം എന്ന് പറയുന്നത്. ഓക്കെ, ചതുരം വരച്ചു വെച്ചു. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ഓക്കെ, ഒരു ചതുരത്തിന്റെ ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. ഓക്കെ, ശരി. അപ്പൊ അത് നമുക്കൊന്ന് എഴുതി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യം, ഒരു വശം, ഇതിൽ ഏതാ വലിയ വശം? ഇതാണല്ലോ വലിയ വശം. ഒരു വശം x ആണെന്നുണ്ടെങ്കിൽ മറ്റേ വശം വന്നിട്ട് മാറ്റാം. മറ്റേ വശം ഇത് x ആണെന്നുണ്ടെങ്കിൽ, ഇത് x ആണെന്നുണ്ടെങ്കിൽ മറ്റേ വശം എത്രയാ പറഞ്ഞിട്ടുള്ളത്? x + 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു വശം മറ്റേ വശത്തിനേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചോ. ഇത് x ആണെങ്കിൽ ഇത് x, ഇത് x + 3 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് x + 3. അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാനിവിടെ കുറേ എഴുതിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് എഴുതി? ഒരു വശം x ആണെങ്കിൽ ഇവിടെ x + 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. x എത്രയാണെന്നൊന്നും തന്നിട്ടില്ല. x നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ പരിഹാരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിന്റെ പരപ്പളവ്, ഈ പറഞ്ഞ ഒരു ചതുരം കിട്ടിയില്ലേ, അതിന്റെ പരപ്പളവ് 270 ചതുരശ്ര മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, മീറ്ററോ സെന്റിമീറ്ററോ അതേതെങ്കിലും എന്തായിക്കോട്ടെ. നോക്കിക്കേ, അപ്പൊ പരപ്പളവ് ഞാനത് എഴുതുന്നുണ്ട് കേട്ടോ. പരപ്പളവ്. ഓക്കെ, പരപ്പളവ് മലയാളത്തിൽ പരപ്പളവ് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ എന്തെന്ന് പറയുന്നത്? ഏരിയ. ഏരിയ എത്രയാന്ന് പറഞ്ഞിട്ടില്ല? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ = എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്?
270 സെന്റിമീറ്ററോ മീറ്ററോ ഏതാ കൊടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും നമുക്ക് ഇഷ്യൂ ഇല്ല. ഇവിടെ കൊടുത്തിട്ടുള്ളത് മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്, ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ മീറ്റർ എന്ന് പറയാം. ചതുരശ്ര മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, മീറ്റർ സ്ക്വയർ കേട്ടോ. ഇത്രയാന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം പരപ്പളവിന്റെ ഈക്വേഷൻ എന്താണെന്ന് നമുക്കറിയാലോ. പരപ്പളവിന്റെ ഈക്വേഷൻ കിട്ടാ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരപ്പളവിന്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, മലയാളത്തിൽ ആദ്യം ഇവിടെ എഴുതാം, നീളം ഇൻറ്റു വീതിയാണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയാം, എൽ ഇൻറ്റു ബി എന്ന് പറയാലോ. എൽ ഇൻറ്റു ബി. ഈ എൽ ഇൻറ്റു ബി ചെയ്തപ്പോൾ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ 270 മീറ്റർ സ്ക്വയർ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യത്തിൽ ഇത് തന്നിട്ടുണ്ട് 270. ഇത് എത്രയാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ, എൽ ഇൻറ്റു ബി. എന്താ നോക്കിയേക്കെ, ചോദ്യത്തിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കിക്കേ. ഓക്കെ, ഈ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഓക്കെ, വശങ്ങളുടെ നീളം കാണണം, അത്രേ ഉള്ളൂ. ഈ വശങ്ങൾ ഒരെണ്ണം എക്സ് ആണ്, ഒരെണ്ണം എക്സ് പ്ലസ് 3 ആന്ന് പറഞ്ഞിട്ടില്ലേ, അത് എക്സ് എത്രയാണ്, എക്സ് പ്ലസ് 3 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇതാ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്, ചോദ്യത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഏരിയ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഏരിയ എന്ന് പറഞ്ഞിട്ട്, ഏരിയ എന്ന് പറഞ്ഞ പരപ്പളവാണ്. അപ്പോൾ ഞാൻ മലയാളം ഇംഗ്ലീഷ് എഴുതുന്നില്ല, ഏരിയ എന്ന് പറഞ്ഞ പരപ്പളവാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ. ഏരിയ, നിങ്ങൾ മലയാളം മീഡിയം ആണെങ്കിൽ പരപ്പളം എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് എഴുതിക്കോ. ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ എഴുതിയല്ലോ അത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ലെങ്ത് ആയിട്ട് എടുക്കാം, ഇതിനെ നമുക്ക് നീളമായിട്ട് എടുക്കാം, നീളം അതായത് ലെങ്ത്. ഇതിനെ നമുക്ക് വീതിയായിട്ട് എടുക്കാം, ദാറ്റ് ഈസ് ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എല്ലിന്റെ സ്ഥാനത്ത് നീളം അല്ലേ, എൽ അല്ലേ, ഇതല്ലേ എല്ല്, ഇതല്ലേ ബി എന്ന് പറയുന്നത്. ഓക്കെ, നീളത്തിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം നമുക്ക്, നീളത്തിന്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് എന്ന് കൊടുത്തു. ഇൻറ്റു അല്ലേ, ഇൻറ്റുന് പകരം നമുക്ക് ബ്രാക്കറ്റ് ഇട്ടാൽ പോരെ. യെസ്, ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഇനി എന്താ കൊടുത്തിട്ടുള്ള, ബിയുടെ സ്ഥാനത്ത് എന്താ എടുക്കുന്നത്, എക്സ് പ്ലസ് 3. ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലത്തെ ചെയ്തിട്ടുള്ളതാണ്. നോക്കിക്കേ, എക്സ് ഇൻറ്റു എക്സ് നോക്കിക്കേ, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, എക്സ് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ. പിന്നെ ഈ പ്ലസ് സൈൻ ഇട്ടു. എക്സ് ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, 3x. മനസ്സിലായോ? ഓക്കെ, എന്തെഴുതി നമ്മൾ, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇതെങ്ങനെ എക്സ് സ്ക്വയർ എന്ന് മനസ്സിലായോ, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഈ പ്ലസ് ഇതാവും ടു എക്സ് ഇൻറ്റു 3, 3x, അല്ലെങ്കിൽ 3 ഇൻറ്റു എക്സ്, 3x. മനസ്സിലായല്ലോ? ഇത്ര എഴുതി വെച്ചു, മനസ്സിലായോ? ഓക്കെ, ഇത് എത്രയാന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക്. ഏരിയ എത്രയാന്ന് തന്നിട്ടുള്ള ചോദ്യത്തിൽ 270 എന്ന് തന്നിട്ടുണ്ട്. മീറ്റർ സ്ക്വയർ ഒന്നും എഴുതുന്നില്ല, 270 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതാലും 270 സെയിം തന്നെ അല്ലേ. ഓക്കെ, എനിക്ക് ഇവിടെ 270 എഴുതാം, എനിക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാലും 270. ക്ലിയർ അല്ലേ? 270 ക്ലിയർ. മനസ്സിലായി നോക്കിക്കേ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു ഈക്വേഷൻ ഞാൻ എടുക്കുന്നത് ഇതാ, ഇതിനെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഈക്വേഷൻ ഞാൻ എടുക്കുന്നു, നീഡ് ദിസ് വൺ. ഇതിനെ ഞാൻ എടുത്തു, ഈ ഒരു ഈക്വേഷൻ എടുത്തു. ആ ഈക്വേഷൻ എടുത്തിട്ട് അതില് നോക്കിക്കേ, ഇവിടേക്ക് എടുക്കുന്ന 270 ഇല്ലേ, അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് വെച്ചു. ഇവിടേക്ക് എടുക്കുന്ന, അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം, ഇവിടേക്ക് എടുക്കുന്ന 270ന്റെ സൈൻ എന്താണ്, അവിടെ എടുക്കുന്ന 270ന്റെ ചിഹ്നം എന്താണ്? അപ്പൊ നിങ്ങൾക്ക് അറിയാം, അവിടെ പ്രത്യേകിച്ച് ചിഹ്നം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ചിഹ്നം വരുന്നത് എന്താണെന്ന് അറിയാം, പോസിറ്റീവ് ആണെന്ന് അറിയാം. അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അതായത് ഈക്വലിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇവിടെ എന്ത് എടുക്കുന്നുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 3x ഈക്വലിന് അപ്പുറത്ത് 270 ഉണ്ട്. അതിന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൈനസ് 270. ഇനി അപ്പുറത്ത് വല്ലതും ഉണ്ടോ? ഇനി ഇല്ല. അവിടെ എന്തെന്ന് എഴുതാം, നമുക്ക് 0 എന്ന് എഴുതാം. വാവ്, നമുക്കൊരു എന്ത് കിട്ടി, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയില്ലേ, അല്ലെങ്കിൽ രണ്ടാംകൃതി ബഹുപദം കിട്ടിയില്ലേ. യെസ്, ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി നോക്കിക്കേ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിനെ ഇനി ഘടകങ്ങളാക്കി എഴുതാൻ അറിയാലോ നിങ്ങൾക്ക്. ഇതിനെ ഘടകങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, എക്സ് ഒക്കെ കണ്ടുപിടിച്ചൂടെ. ഓക്കെ, ഇതിനെ ഘടകങ്ങളാക്കാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാ ഘടകങ്ങളാക്കുന്നത്? ഘടകങ്ങളാക്കാനായിട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഞാൻ ഇവിടെ നോക്കിക്കേ, ഇത് രണ്ട് സംഖ്യകൾ എ ഇൻറ്റു ബി. ഇതെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. അതൊന്ന് എഴുതി വെക്കാലോ. എന്തൊന്ന് എഴുതി വെക്കാം,
എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 270 ആണോ? അല്ല. എന്ത് 270? മൈനസ് 270. കിട്ടിയല്ലോ. ഇത്ര എഴുതി വെച്ചല്ലോ. മനസ്സിലായോ? കിട്ടിയോ? കിട്ടിയല്ലോ. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഇത്രയും കണ്ടുപിടിച്ച് നമ്മൾ എന്താ നെക്സ്റ്റ് കണ്ടുപിടിച്ചിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിരുന്ന നോക്കിക്കേ, എ മൈനസ് ബി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എ മൈനസ് ബി കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിച്ചല്ലോ നമ്മൾ. അതെന്തായിരുന്നു? എ മൈനസ് ബി കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഞാനത് ഇവിടെ എഴുതുന്നുണ്ടേ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എന്നിട്ട് അതിന് വാല്യൂ ഒന്ന് കൊടുത്തേ. ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാന്ന് തന്നിട്ടില്ലേ? 3 തന്നിട്ടില്ലേ? 3ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് മൈനസ് 270. ഓക്കെ, ഇസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് അറിയാം. മൈനസ് 4 ഇൻറ്റു 270 ഒന്ന് ചെയ്യാം. 0 1 7 2 7 14 3 7 21 4 7 28 കിട്ടും. ബാക്കി 2 1 4 4 2 4 8 8 2 10 1080 മൈനസ് 1080. ഇനി മൈനസ് എന്താ വന്നതെന്നൊന്നും ചോദിക്കല്ലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞേ 9 മൈനസ് മൈനസ് മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. സോ 9 പ്ലസ് 1080 ഇസ് ഈക്വൽ ടു എത്ര വരും? 1089 എന്ന് വരും. മനസ്സിലായോ? ഈ 1089 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? അവിടെ ഫിനിഷ് ആയിട്ടൊന്നുമില്ല, ചുമ്മാ വരച്ചത്. 1089 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? അത് നമ്മളെ എ മൈനസ് ബി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് പുതിയ ടോപ്പിക് അല്ല, പുതിയ ടോപ്പിക്ക് വരുന്നേ ഉള്ളൂ. ഇതുവരെ നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഈ 1089 എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് എ മൈനസ് ബി അല്ലേ? എ മൈനസ് ബി എങ്ങനെ കാണാമെന്നാ പറഞ്ഞത് നമ്മൾ? ഈ സ്ക്വയർ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താവും എന്ന് പറഞ്ഞു? റൂട്ട് ആവും. അയ്യോ, വലിയ റൂട്ടാണല്ലോ. ഐ മീൻ വലിയ 1089 എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യ ആണല്ലോ. അതിന്റെ റൂട്ട് ഇപ്പൊ എങ്ങനെയാ കാണാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറയാം. കുറെ രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു രീതി കൊടുത്തിട്ട് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1089 അല്ലേ? നിങ്ങൾക്കറിയാം 10ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ. 10ന്റെ സ്ക്വയർ എത്രയാ? 100. 20ന്റെ സ്ക്വയർ എത്രയാ? 400. ഓക്കെ, 20ന്റെ സ്ക്വയർ 400. ഇനി 30ന്റെ സ്ക്വയർ എത്രയാ? 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900. ഓക്കെ, 40ന്റെ സ്ക്വയർ എത്രയാ? 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 16 1600. ഇത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇതിന് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളേ ഒന്ന് നോക്കിക്കേ. നമ്മൾ ചെയ്യാൻ പോകുന്നത് 1089ന്റെ റൂട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ 1089 എന്നുള്ള സംഖ്യ ഇവിടെ എവിടെയാ വരുന്നത്? ഇതിന്റെ ഇടയിലാണോ വരുന്നത്? 100ന്റെ 400ന്റെ ഇടയിലാണോ 1089 വരുന്നത്? അല്ല. 400ന്റെ 900ന്റെ ഇടയിലാണോ വരുന്നത്? അല്ല. 900നും 1600ന്റെ ഇടയിലാണോ വരുന്നത്? യെസ്, അതിന്റെ ഇടയിലാണ് വരുന്നത്. അതായത് ഇതിന്റെയും ഇതിന്റെ ഇടയിലായിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? 30ന്റെയും 40ന്റെയും ഇടയിലായിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയും എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? 30ന് കൂടുതലുള്ള 40നേക്കാൾ കുറവുള്ള ഒരു സംഖ്യ നമുക്ക് അറിയാം. നമ്മൾ എന്ത് ചെയ്തു? ഏകദേശം ഏതെങ്കിലും സംഖ്യ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 30ന് മേലെ എന്നല്ല പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ 31 × 31 ചെയ്ത് നോക്കി നോക്കാം. ചുമ്മാ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. 1 1 1 1 3 3 1 3 3 3 3 9 1 6 9 ശരിയായിട്ടില്ല. അല്ല, ഇതിനങ്ങാട്ടും കുറച്ച് വലിയ സംഖ്യ. അപ്പൊ നമുക്കൊരു 33 ഇട്ട് നോക്കാം. 33 ഇൻറ്റു 33 3 3 9 3 3 9 3 3 9 3 3 9 9 1 9 9 2 9 18 18ൽ കെട്ട്, ബാക്കി 1 9 10 1089. യെസ്, കറക്റ്റ് ആണല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടി? 33 ആണെന്ന് കിട്ടി. എന്തൊക്കെ 33 ആവാം? ഒന്നുകിൽ പ്ലസ് 33 അല്ലെങ്കിൽ മൈനസ് 33. മനസ്സിലായോ? ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. 10ന്റെ സ്ക്വയർ നമുക്കറിയാം 100 ആണ്. 20ന്റെ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്. 30ന്റെ സ്ക്വയർ എത്രയാ? 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 40ന്റെ സ്ക്വയർ എത്രയാ? 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 30നും 40നും ഇടയിലുള്ള ഒരു സംഖ്യ എന്തിന്റെ ഒരു സ്ക്വയർ ആണ് ഈ സംഭവം എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ ഒരു 89 എടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 9 അവസാനം 9 അല്ലേ എടുക്കുന്നത്? 9 എടുക്കണമെങ്കിൽ 9 ഏതിൻ്റെ നമുക്കറിയാലോ? 3ൻ്റെത് അല്ലെങ്കിൽ അല്ലെ 3 3
9 അതായിരിക്കാം. അങ്ങനെ വെച്ചിട്ടും ചെയ്യാട്ടാ, ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഇനി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ വളരെ തീരെ കിട്ടാത്ത സാധനങ്ങളൊന്നും എക്സാമിന് വരില്ല. നിങ്ങൾക്ക് മനസ്സിലായി ഏതോ ആ സാധനത്തിന്റെ സംഭവമാണ് 1089 എന്ന് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുത്തിട്ട് ചെയ്തോ. നിങ്ങൾ 30 ചുമ്മാ ചെയ്ത് നോക്കുക. റാൻഡം എവിടുന്നോ എടുത്തു ചുമ്മാ ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 35 ചെയ്ത് നോക്കുക. അപ്പൊ വലിയ സംഖ്യ കിട്ടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള സംഖ്യ ചെയ്ത് നോക്കും. 34 ചെയ്ത് നോക്കുക, എന്നിട്ട് 33 ചെയ്ത് നോക്കുക. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിച്ചിരിക്കുന്നു വേണ്ട. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ടൈം വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതി ഏതാണോ അത് നിങ്ങൾ അവലംബിക്കുക. മനസ്സിലായല്ലോ? സോ പ്ലസ് ഓർ മൈനസ് 33 ഇത് കിട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ട് എ മൈനസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ഞാനത് ഓരോ ഭാഗം ഇട്ടിട്ട് ഇതാണ് നമ്മൾ ചോദ്യം. ഇത് ചോദ്യം. എന്നിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു. അതിനിവിടെ എഴുതി എ മൈനസ് ബി കിട്ടി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തിട്ടാ? എ മൈനസ് ബി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 33 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിന് കാണുമെന്ന് പറഞ്ഞിട്ടുള്ളേ? നമുക്ക് എ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ കാണുന്നത്? എ പ്ലസ് ബി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി എത്രയാ തന്നിട്ടുള്ളേ? എ പ്ലസ് ബി സിക്കൽ ടു 3. എ മൈനസ് ബി നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ? എ മൈനസ് ബി എത്ര കിട്ടി നമുക്ക്? എ മൈനസ് ബി സിക്കൽ ടു 33. നമുക്ക് പ്ലസ് വെച്ചിട്ട് ചെയ്യാം. 33 എന്ന് കിട്ടിയിട്ടുണ്ട്. 33 കാണാലോ? ഓക്കെ, ഇത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്യാം. 33 പ്ലസ് 33 പ്ലസ് 3 ഇസിക്കൽ ടു 36 ഇസിക്കൽ ടു ഇതും പോയി. ബാക്കി ഇവിടെ 2a. 2a ഇസിക്കൽ ടു 36 ആണെന്നുണ്ടെങ്കിൽ a ഇസിക്കൽ ടു 36 ഡിവൈഡഡ് ബൈ 2. സോ a ഇസിക്കൽ ടു 36ന്റെ പകുതി 2 പറഞ്ഞാൽ 18. ഓക്കെ, a കിട്ടിയല്ലോ. a എന്ന് പറയുന്നത് 18 കിട്ടി. ഓക്കെ, ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. a എന്ന് പറയുന്നത് 18 കിട്ടിക്കഴിഞ്ഞാൽ എന്താ? എ നമുക്ക് കിട്ടി 18 കിട്ടി. ഓക്കെ, എ 18 എ പ്ലസ് ബി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? എ പ്ലസ് ബി സിക്കൽ ടു നമുക്ക് തന്നിട്ടുള്ള എത്രയാ? എ പ്ലസ് ബി എടുത്ത് പോയി. എ പ്ലസ് ബി സിക്കൽ ടു 3. ഓക്കെ, എ പ്ലസ് ബി സിക്കൽ ടു 3. എ നമുക്ക് എത്ര കിട്ടി? 18 പ്ലസ് ബി സിക്കൽ ടു 3. ഓക്കെ, സോ ബി സിക്കൽ ടു 3 മൈനസ് 18 സിക്കൽ ടു വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിന്റെ ചിഹ്നം -15 എന്ന ഉത്തരം കിട്ടി. എ ഇസിക്കൽ ടു 18 കിട്ടി. ബി ഇസിക്കൽ ടു -15 കിട്ടി. ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമ്മൾക്ക് അത് നേരെ എങ്ങനെ എഴുതി വെക്കാം? എങ്ങനെ എഴുതാം? നമുക്ക് എ എന്നുള്ളത് 18 കിട്ടി. അതായത് 18 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇനി നമ്മൾ എഴുതും എ എന്നുള്ള എത്ര കിട്ടിയിട്ടുള്ള 18 അല്ലേ? സോ എക്സ് പ്ലസ് 18 ഇൻറ്റു ബി എന്നുള്ളത് -15. ദാറ്റ് ഈസ് എക്സ് മൈനസ് 15 എന്നെഴുതി. ഇതുവരെ നമ്മൾ കഴിഞ്ഞ 4 വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അഥവാ ഇതിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുന്നത്തെ വീഡിയോസ് പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് കാണണം. ഓക്കെ, നമ്മൾ എക്സാമിന് ജസ്റ്റ് ഒരു 1 hour കൊണ്ട് എല്ലാതും എടുക്കുന്നതല്ല, നമ്മൾ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, സോ എക്സ് പ്ലസ് 18 ഇൻറ്റു എക്സ് മൈനസ് 15. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിനെ ഇതുവരെ ക്ലിയർ അല്ലേ? ഞാനൊന്ന് നീക്കുന്നുണ്ടേ. ഓക്കെ, ചെറുതാക്കിയാൽ മതിയോ? ഓക്കെ, ഞാൻ ചെറുതാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. യെസ്, നോക്കിക്കേ, ഇതുവരെ കിട്ടി കേട്ടോ. ഇതാ, ഇനി എന്ത് ചെയ്യണം നോക്കിക്കേ. ഇനിയുള്ള ശ്രദ്ധിച്ചോ. എക്സ് എന്താ കിട്ടിയിട്ടില്ല? എക്സ് പ്ലസ് 18. ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഇതിന് കൂടെ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ നിങ്ങൾ പഠിച്ചു നേരത്തെ 2 സംഖ്യകൾ ഇൻഡ്യൂ ചെയ്താൽ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഈ സംഖ്യ 0 അല്ലെങ്കിൽ ഈ സംഖ്യ 0. ഈ സംഖ്യ 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 18 ആണെങ്കിൽ ഇവിടെ -18 ആയിരിക്കണം. ഇവിടെയോ ഇതാണ് 0 എന്നുണ്ടെങ്കിൽ ഇത് -15 ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? 15 ആയിരിക്കണം. എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 15 ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടിയല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു -18 എന്നും കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 15 എന്നും കിട്ടി. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു -18 എന്നും കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 15 എന്നും കിട്ടി. നമ്മളോട് പറഞ്ഞിട്ടുള്ള എക്സ് കണ്ടുപിടിക്കാനാണ്, ഇവിടുത്തെ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കിടക്കുന്ന എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും എക്സ് വരുന്നത്? -18 ആണോ വരിക? 15 ആണോ വരിക? ഒരു നീളം അല്ലേ? നീളം വീതിയൊക്കെ ഒരു അല്ല, ഇപ്പൊ നീളമാണ് എക്സ് എന്ന് പറഞ്ഞിട്ടില്ല. നീളം എന്ന് പറയുന്നത് -18 നീളം എന്ന് പറയാറുണ്ടോ? ഇല്ല, നമ്മൾ എന്ന് പറയാറുള്ളൂ?
കറക്റ്റ് പ്ലസ് വാല്യൂ ആണല്ലോ നീളത്തിന് പറയാം. ഇപ്പൊ രണ്ടുത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, എന്റെ വയസ്സിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അവനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അവസാനം നമുക്ക് രണ്ട് ഉത്തരങ്ങൾ കിട്ടി. ഒരു ഉത്തരം +30 വേറൊരു ഉത്തരം -28. നിങ്ങൾ ഏതാ അയാളുടെ വയസ്സായിട്ട് എടുക്കണ്ടേ? -28 -28 എന്ന് പറഞ്ഞൊരു വയസ്സ് ഒരാൾക്ക് ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഒരാൾ ജനിച്ച് താഴ്ത്തി ഇങ്ങനെ പോവോ? ഇല്ലല്ലോ. അപ്പൊ എന്തെഴുതാം? നമ്മൾ പോസിറ്റീവ് വാല്യൂ എഴുതും. അതേപോലെ തന്നെ ഇവിടെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്, എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ എക്സ് കണ്ടുപിടിച്ച സമയത്ത് വി ഗോട്ട് 2x. രണ്ട് തരത്തിലുള്ള എക്സുകൾ, രണ്ട് തരത്തിലുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. എക്സ് = -18 എന്നും കിട്ടി, എക്സ് = 15 എന്നും കിട്ടി. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ട് ഉത്തരങ്ങൾ കിട്ടും നമുക്ക്. അപ്പൊ രണ്ട് ഉത്തരങ്ങൾ കിട്ടി. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം എന്ന് മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം കിട്ടിയിട്ടില്ല എത്രയാ? x -18 ആണ്. ഒരെണ്ണം കിട്ടിയിട്ടില്ല എത്രയാ? x = +15 കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ -18 എന്ന് പറഞ്ഞൊരു നീളം ഉണ്ടാവുമോ? ഇല്ല. ഏതേ ഉണ്ടാവുള്ളൂ? 15 എന്ന് പറഞ്ഞ നീളം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്താണ്? എപ്പോഴും ഇത് 15 ഇത് 15 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സിന്റെ കൂടെ 3 എന്നല്ലേ? 15 + 3 ഇതെന്തായിരിക്കും? 18 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നീളവും വീതിയും കിട്ടിയില്ലേ? നീളവും വീതി എത്രയായിരുന്നു? നീളം 15ഉം വീതി വന്നിട്ട് 18 എന്നും കിട്ടും. മനസ്സിലായോ? ഇത് മനസ്സിലായോ? കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നും, പക്ഷെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇത് വിസിബിൾ ആവാനായിട്ട് ഞാൻ മാറി വെക്കുന്നുണ്ടേ, ജസ്റ്റ് ക്ലിയർ ആയിട്ടൊന്ന് കണ്ടോളൂ. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു ചോദ്യം, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലോ അതും കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഈസിയാണ് കേട്ടോ. നമ്മൾ ഇതിൽ കുറെ രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചതുരത്തിന് ഓക്കെ, വേറൊരു ചോദ്യം അതുപോലെ തന്നെ 4 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഒരു ചതുരത്തിന്റെ ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. നമുക്ക് ആദ്യം തന്നെ പിക്ചർ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി കാര്യം. പിക്ചർ വരച്ചു. ഓക്കെ, ഇതാ പിക്ചർ വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വശം മറ്റൊരു വശത്തിനേക്കാൾ 2 എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു വശത്തിന് നമുക്ക് x ആയിട്ട് എടുത്തു, മറ്റേ നമുക്ക് എന്ത് പറഞ്ഞു? x + 2 ആയിട്ട് എടുത്തു. ഇതുവരെ കിട്ടിയല്ലോ. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 48 ചതുരശ്ര സെന്റിമീറ്റർ. പരപ്പളവ് പറഞ്ഞിട്ടുണ്ട്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാന്ന് പറഞ്ഞേ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, നമുക്കറിയാം. ഇതാ ഫിഗർ ഇവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് ചെറുതാക്കി വരയ്ക്കാം, അല്ലെങ്കിൽ ഞാനിത് ഫുള്ള് ഇതാക്കിയിട്ട് നോക്കിക്കേ. ഏരിയന്റെ മലയാളം പറഞ്ഞേ. ഏരിയന്റെ മലയാളം പരപ്പളവ്. അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഞാൻ മലയാളം മീഡിയം ആണല്ലോ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ അതുകൊണ്ട് എനിക്ക് മലയാളം വേണ്ട എന്നൊന്നും പറയരുതേ. ഏരിയ = പരപ്പളവാണ്. = എന്തുട്ടാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, = ഇവിടെ x × x + 2. നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. x × x + 2 എത്രയാണെന്ന് തന്നിട്ടുള്ളത്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് തന്നിട്ടുള്ളത് നോക്കിക്കേ? 48 എന്ന് തന്നിട്ടുള്ളത്. അതോടെ കൊടുക്കാം. = 48. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാ ഞാനിത് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള കാര്യം കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ വയ്ക്കാം. ചോദ്യം ഇവിടെ ഇരിക്കട്ടെ. ചോദ്യത്തിലുള്ള കാര്യം ഇതാണ്. ഓക്കെ, ഇത്രയും കാര്യം നമ്മുടെ ചോദ്യത്തിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ചോദ്യത്തിന്റെ സെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. ഇതാ x × x + 2 = എങ്ങനെ എഴുതാം? x × x x², x × 2 2x. ഒന്നുകൂടി പറയാം, x × x x² + x × 2 2x. ഓക്കെ, ഞാനിവിടെ താഴെ എഴുതാം. ഓക്കെ, ഒന്നുകൂടി എഴുതാം. ഓക്കെ, ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തിരക്കൊന്നും പിടിക്കണ്ട, പതുക്കെ മനസ്സിലാക്കി പോയാൽ മതി. x × x + 2 ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നോക്കിക്കേ. x × x + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x × x x² + x × 2 എന്ന് പറഞ്ഞാൽ 2x. അത് എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? 48 എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 48 എടുത്തിട്ട് ഉള്ളിലേക്ക് ഇടാലോ. ദാറ്റ് ഈസ് x² + 2x. അതൊക്കെ ഇത് ഉണ്ടായിരുന്ന പോലെ തന്നെ എഴുതി വെച്ചു. 2x ഈക്വലിന്റെ അപ്പുറത്ത് എടുക്കുന്ന 48. അതിന്റെ ചിഹ്നം തൊട്ടാ പോസിറ്റീവ് അല്ലേ?
പോസിറ്റീവ് എന്ന് വെച്ചാൽ അവിടെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, സോ പോസിറ്റീവ് ആണ്. അതിനടുത്ത് ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ -48. ഇനി എന്തെങ്കിലും ഉണ്ടാവുക റൈറ്റ് സൈഡിൽ ഇല്ല, അതിനെന്ത് എഴുതി 0 എന്ന് എഴുതി. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഈ രണ്ട് സംഖ്യകൾ കാണണം. ഈ സംഖ്യ എന്ന് പറയുന്നത് എ ബി ആ, എ ഇൻറ്റു ബി ആ. ഈ സംഖ്യ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആ, എ പ്ലസ് ബി ആ. മനസ്സിലായോ? ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എ ബി ആദ്യം കാണാം. എ ബി 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 6 36 66 7 42 7 6 42 5 8 40 6 8 48 6 8 48 6 ഇൻറ്റു 8 അല്ലേ? 6 8 ഇസിക്കൽ ടു 48. ഏതൊക്കെയാവാം? ഒന്നുകിൽ -6 ഇൻറ്റു -8, അതും എന്ത് വരാം? 48 വരാം. പക്ഷെ ഇവിടെ 48 അല്ല, ഇവിടെ നിന്നിട്ടുള്ളത് -48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -48 ആണെന്നുണ്ടെങ്കിൽ -48 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ -48 ആണെങ്കിൽ ശ്രദ്ധിച്ചേ, രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്ത സമയത്ത് നമുക്ക് മൈനസ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരെണ്ണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണ്? മൈനസ് ആണ്. ദാറ്റ് ഈസ് 6 ഇൻറ്റു 8 ആണ് 48. പക്ഷേ ഇവിടെ 48 അല്ല, എന്ത് 48? -48. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. മനസ്സിലായോ? അപ്പൊ ഇനി ഇതെങ്ങനെ ഇപ്പൊ കാണുക? അതിനായിട്ട് ഇത് ഇവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ആ 2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്ത് നോക്കാം. ഇതിന്റെ ചെയ്ത് നോക്കുന്ന സമയത്ത് -6 + 8 = എത്ര കിട്ടും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം 8ൽ നിന്ന് 6 കുറയ്ക്കുക 2. മനസ്സിലായി? ഇവിടെ ചെയ്യുമ്പോഴോ, ഇവിടെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ -2 വരും. ഓക്കെ, -2 അല്ല. സോ ഏതാണ് വരുന്നത്? ഇതാണ് ഉത്തരം. 6 -6 + 8. മനസ്സിലായോ? -6 + 8. അപ്പൊ നമുക്ക് എഴുതാം, ഇതാണ് സംഖ്യകൾ കേട്ടോ, -6 + 8. ഓക്കെ, x - 6 ഇൻറ്റു x + 8. ക്ലിയർ? ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? = 0 എന്ന് എഴുതി. = 0. സിമ്പിൾ ആണ് കേട്ടോ. = 0 എഴുതിയല്ലോ. അതായത് രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇത് 0 അല്ലെങ്കിൽ അത് 0. ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് ഏതോ ഒരു സംഖ്യ 6 കുറച്ചപ്പോൾ, ഏത് സംഖ്യ 6 കുറച്ചാലോ 0 കിട്ടുന്നത്? 6ൽ നിന്ന്. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇവിടെ -6 ആണെങ്കിൽ ഇത് 6 ആയിരിക്കും. ഇനി ഇവിടെ +8 ആണെങ്കിൽ നമ്മൾ ഉത്തരം ഇവിടെ എന്തായിരിക്കും? -8. മനസ്സിലായോ? ഇവിടെ -6 ആണെങ്കിൽ x 6 ആയിരിക്കും. ഇവിടെ +8 ആണെന്നുണ്ടെങ്കിൽ x എന്ന് പറഞ്ഞ് -8 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. x = 6 എന്നും കിട്ടി, x = -8 എന്നും കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നീളം അല്ലെങ്കിൽ വീതി എന്നൊക്കെ പറയുന്നത് -8 ഉണ്ടാവും? ഇല്ല, ഏതേ ഉണ്ടാവുള്ളൂ? -8 ഉണ്ടാവില്ല. എന്തുണ്ടാവുള്ളൂ? 6 അല്ലെ? മൈനസ് വാല്യൂ ഉള്ളത് ഉണ്ടാവില്ലല്ലോ, 6 ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, x എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? നീളം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് എത്രയെന്ന് കിട്ടി? ലെങ്ത് = 6 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീതി എത്രയാ? വീതി എന്ന് പറയുന്നത് x+ എത്രയാന്ന് പറഞ്ഞിട്ടുള്ളത്? x + 2 = 6 + 2 = 8 വരും. 8 ആണ് നമ്മുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, സോ ഇതുവരെ മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അപ്പൊ ഇത് സംഭവം മനസ്സിലായത്? ഇത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് ടൈം കുറേ ഇതായല്ലോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഒരു പ്ലസിലും മൈനസിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കംപ്ലീറ്റ് തെറ്റിപ്പോകും. ഓക്കെ, അതുകൊണ്ടാണ്. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദ്യങ്ങൾ, ഒരു 4 ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതിൽ, ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.